അങ്ങനെ മൂന്നാമത്തെ തവണയും ബിഗ് ബോസിൻ്റെ ഷൂട്ടിംഗ് കാണാൻ പോയി. ഇത്തവണ നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഫ്രൈഡേ ആയിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോനെ സ്കൂൾ വിട്ടിട്ട് ആ സമയം കൊണ്ട് എനിക്ക് പോയി വരാമെന്നേ. സാധാരണ രാവിലത്തെ ഷൂട്ടിംഗ് 9 മണിക്ക് ഉണ്ടാവാറ്, എന്നാൽ ഇത്തവണ 11 മണിക്കായിരുന്നു കേട്ടോ. ഓക്കെ ശരി, എന്നാലും സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ എത്തിയത്. പിന്നെ ഞാൻ ഇത്തവണ ഒറ്റയ്ക്കാണ് പോയത്, അതുകൊണ്ട് ഒരു ഊബർ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ഇത്തവണ ഇവിടെ വന്നപ്പോഴേക്ക് ഇതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, വേൾസ് കൺവെൻഷൻ സെൻറ്റർ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഇത് സന്തോഷമായിരുന്നു, അതിനു മുമ്പ് ഇത് EVP ആയിരുന്നേ. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ എത്തി. എനിക്ക് എത്തിയ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ബിഗ് ബോസ് ഹൗസ് ഇതിൻ്റെ 2 ബിൽഡിംഗ് അപ്പുറത്താട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഇവർ വ്ളോഗേഴ്സാണ്, ഇവരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവരായിട്ടൊക്കെ നല്ല കമ്പനിയായി. പിന്നെ ഈ ഒരു മോനൊക്കെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നതാട്ടോ. അവർ ലാലേട്ടൻ്റെ നല്ലൊരു ചിത്രമൊക്കെ വരച്ചിട്ടായിരുന്നേ വന്നത്. പിന്നെ ഇവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പേരും അതേപോലെ ഇമെയിൽ ID ഒക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ എഴുതി കൊടുത്ത ശേഷം നേരെ ഭക്ഷണം കഴിച്ച് ഉള്ളിലോട്ട് കടന്നു. നല്ല അടിപൊളി ലഞ്ചൊക്കെ ആയിരുന്നേ. ലഞ്ചിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണൊക്കെ അപ്പോൾ തന്നെ വാങ്ങിയിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഫോണും അതേപോലെ തന്നെ സ്മാർട്ട് വാച്ചും. അവർ പറഞ്ഞു ലഞ്ച് കഴിച്ചപാട് ഉള്ളിൽ കയറാന്നേ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി. അതെല്ലാം കണ്ട് പുറത്തിറങ്ങി. വൈകുന്നേരം ചായേൻ്റെ സ്നാക്സ് ആട്ടോ ഇത്. സംഭവം പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ 11 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അത് 11 മണിക്കൊന്നും തുടങ്ങിയില്ല, 3:30 തുടങ്ങിയത്. ലാലേട്ടൻ വരാൻ ലേറ്റായി, ഫ്ലൈറ്റ് മിസ്സായി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയോ ഞാൻ ഫസ്റ്റ് ഷോ മാത്രം കണ്ടിട്ട് പുറത്തിറങ്ങി. വൈകുന്നേരത്തെ സ്നാക്സും എടുത്തിട്ട് ഹസ്ബൻഡ് വന്ന് പിക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ ഔട്ടായതെന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം ഞാൻ ഫസ്റ്റ് ഷോ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2ാമത്തെ ദിവസത്തെ ഷൂട്ടിങ്ങിലാണ് അതൊക്കെ കാണിക്കുന്നത്. പുറത്തിറങ്ങിയ സമയത്ത് ചെറിയ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇരുടായിട്ടോ. അങ്ങനെ എന്താ പറയുക, 2ാമതും ലാലേട്ടനെ കണ്ടു, നല്ല സന്തോഷമായി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.